നമ്മൾ ഇന്നുള്ളത് വേളാങ്കണ്ണിയിലാണ്. വേളാങ്കണ്ണിയിലെ വിശേഷങ്ങൾ കാണാം ഈ വീഡിയോയിലൂടെ. വേളാങ്കണ്ണിയിൽ വരാൻ ആഗ്രഹിക്കുന്നവർക്കും അതുപോലെ വേളാങ്കണ്ണിയെക്കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്നവർക്കും ഈ വീഡിയോ തീർച്ചയായിട്ടും ഉപകാരപ്പെടും. വേളാങ്കണ്ണിക്ക് ഞങ്ങളുടെ യാത്ര ട്രെയിനായിരുന്നു. വീടിൻ്റെ തൊട്ടടുത്തുള്ള സ്റ്റേഷനായ നീലേശ്വരത്തു നിന്നും വൈകിട്ട് 6:05-നുള്ള ചെന്നൈ സൂപ്പർ ഫാസ്റ്റിന് പാലക്കാടേക്ക് ആദ്യ യാത്ര. യാത്രക്കിടയിൽ ഒരു കാര്യം, ഈ വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത് കേട്ടോ. സമയം 10:40. കൃത്യസമയത്ത് ട്രെയിൻ പാലക്കാട് എത്തി. ഇനി 3 മണിക്കൂർ കഴിഞ്ഞാണ് അടുത്ത ട്രെയിൻ. അതുവരെയുള്ള സമയം ഞങ്ങൾ വെയിറ്റിംഗ് ഹാളിൽ ചെലവഴിച്ചു. ഒരാൾക്ക് മണിക്കൂറിന് 30 രൂപ എന്ന തോതിലാണ് ചാർജ്. സമയം വെളുപ്പിന് 1:35. എറണാകുളത്തു നിന്ന് പാലക്കാട് വഴി കാരയ്ക്കൽ വരെ പോകുന്ന കാരയ്ക്കൽ എക്സ്പ്രസ് 4ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക്. സമയം രാവിലെ 7:50 ആയപ്പോൾ ട്രെയിൻ തിരുച്ചിറപ്പള്ളി എത്തി. ബ്രേക്ക്ഫാസ്റ്റ് അവിടെ നിന്ന് വാങ്ങിക്കഴിച്ചു. അതിനുള്ള സമയം നമുക്ക് അവിടെ കിട്ടും. വീണ്ടും യാത്ര നാഗപട്ടണത്തേക്ക്. വേളാങ്കണ്ണിക്ക് ഏറ്റവും അടുത്തുള്ള സ്റ്റേഷനാണ് നാഗപട്ടണം. രാവിലെ 11 മണിയായപ്പോൾ നാഗപട്ടണത്തെത്തി. ഏകദേശം 25 മിനിറ്റ് ലേറ്റായിരുന്നു അന്നത്തെ ദിവസം ട്രെയിൻ. ഈ കാണുന്ന ആൾക്കാരൊക്കെ വേളാങ്കണ്ണിക്ക് വിശ്വാസികളെ കാത്തു നിൽക്കുന്ന ഓട്ടോക്കാരാണ്. ഈ ട്രെയിൻ അവിടെ എത്തിക്കഴിഞ്ഞ ഉടൻ തന്നെ വേളാങ്കണ്ണിക്ക് ലോക്കൽ ട്രെയിനുണ്ട്. അതിന് പോകുന്നതാണ് ഏറ്റവും സൗകര്യപ്രദം. എന്നാൽ ഞങ്ങളുടെ യാത്ര ഓട്ടോയ്ക്കായിരുന്നു. അങ്ങനെ ഞങ്ങൾ റൂമിലെത്തി. റൂമുകൾ കാണാതെയാണ് ഞങ്ങൾ ബുക്ക് ചെയ്തത്. എല്ലാം നല്ല റൂമുകളായിരുന്നു. AC, നോൺ AC എല്ലാം അവൈലബിൾ ആണ് ഇവിടെ. ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഇതുപോലെയുള്ള നല്ല റൂമുകൾ കിട്ടാൻ വേളാങ്കണ്ണിയിൽ ബുദ്ധിമുട്ടാണ്. നെസ്റ്റിൻ എന്നാണ് ഈ സ്ഥാപനത്തിൻ്റെ പേര്. എറണാകുളത്തുള്ള വൈചേട്ടനും ഫാമിലിയാണ് ഈ റൂംസ് നടത്തുന്നത്. അവരുടെ ഫോൺ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. യാത്രാക്ഷീണമൊക്കെ മാറിയപ്പോൾ ഞങ്ങൾ വൈകുന്നേരം പള്ളിയിലോട്ട് പോയി. ആദ്യമായിട്ടാണ് ഞങ്ങൾ വേളാങ്കണ്ണിയിൽ വരുന്നത്. പള്ളിയുടെ അകത്തേക്ക് ക്യാമറ കൊണ്ട് പ്രവേശനമില്ല. അതുകൊണ്ട് പുറത്തു നിന്നാണ് ഈ കാഴ്ച. വേളാങ്കണ്ണിയിൽ ഇപ്പോൾ ശരിക്കും സീസൺ സമയമല്ല. എന്നിട്ട് ഒരുപാട് വിശ്വാസികൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. പ്രത്യേകിച്ച് മുട്ടിലഴിഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഈ സ്ഥലത്ത് ഒരുപാട് പേരുണ്ട്. ഇതുവഴി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഇവിടുത്തെ ചില നേർച്ച വസ്തുക്കൾ വിൽക്കുന്ന ഒരുപാട് പേരെ നമുക്ക് കാണാൻ പറ്റും. തൊട്ടിൽ, താലി, മെഴുകുതിരി, അങ്ങനെ ഒരുപാട് പേരെ നമുക്കിവിടെ കാണാൻ പറ്റും. വേളാങ്കണ്ണിയിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ടു എന്ന് പറയുന്ന ദേവാലയം ഈ കാണുന്നതാണ്. 16-ാം നൂറ്റാണ്ടിൽ ഒരു പാൽക്കാരൻ ബാലന് മാതാവ് പ്രത്യക്ഷപ്പെടുന്നത് ഈ കുളക്കരയിൽ വെച്ചാണ്. ഒരുപാട് വ്യത്യസ്തമായ ആചാരങ്ങളും നേർച്ചകളും നിലനിൽക്കുന്ന ദേവാലയമാണ് വേളാങ്കണ്ണി. ഈ പള്ളിക്ക് മുമ്പിലുള്ള മരത്തേൽ വിവാഹ ജീവിതത്തിൽ തടസ്സം മാറാൻ താലി കെട്ടുന്ന ആൾക്കാർ, മക്കളുണ്ടാകാൻ വേണ്ടി തൊട്ടിൽ കെട്ടുന്നവർ, പുതിയ വീട് നിർമ്മിക്കാൻ വേണ്ടി കൂട്ട് കെട്ടുന്ന ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ വേളാങ്കണ്ണിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട നേർച്ചയാണ് തല മുണ്ടനം ചെയ്യുക എന്നുള്ളത്. അതിനുവേണ്ടി പള്ളി തന്നെ ഇവിടെ സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. വേളാങ്കണ്ണി മാതാവിൻ്റെ ചില രൂപങ്ങളോട് ചേർന്ന് കപ്പലുകൾ കാണാൻ സാധിക്കും. അതിൻ്റെ ഐതിഹ്യം ഇതാണ്. പള്ളിക്ക് എതിർവശത്തുള്ള ബംഗാൾ ഉൾക്കടലിൽ 17-ാം നൂറ്റാണ്ടിൽ ഒരു വിദേശ കപ്പൽ അപകടത്തിൽപ്പെടുകയും പിന്നീട് ആ കപ്പൽ വേളാങ്കണ്ണി തീരത്തേക്ക് അടുപ്പിക്കാനും സാധിച്ചു. അതിനെ സഹായിച്ചത് വേളാങ്കണ്ണി മാതാവാണ് എന്ന് അവർ വിശ്വസിച്ചു. പിന്നീട് അവരുടെ ഓരോ യാത്രയിലും വേളാങ്കണ്ണിയിൽ എത്തുകയും ഇവിടുത്തെ പള്ളിയുടെ പുനർനിർമ്മാണത്തിന് അവർ സഹായിക്കുകയും ചെയ്തു. ഓഗസ്റ്റ് 29 മുതൽ സെപ്റ്റംബർ 8 വരെയാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട തിരുനാൾ ദിവസങ്ങൾ. ഈ ദിവസങ്ങളിൽ വിദേശരടക്കമുള്ള വിശ്വാസികളെ കൊണ്ട് നിറഞ്ഞിരിക്കും വേളാങ്കണ്ണി. ഈ വലിയ തിരക്കിൽ നമ്മൾ പ്ലാൻ ചെയ്യാതെ വന്നാൽ ഇവിടെ റൂമുകൾ കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ തന്നെ എല്ലാത്തിനും ഇരട്ടിക്ക് മേലെ ക്യാഷ് നമ്മൾ ചിലവാക്കേണ്ടിയും വരും. ഈശോയുടെ വലിയൊരു സ്റ്റാച്ചു നമുക്ക് വേളാങ്കണ്ണിയിൽ കാണാൻ സാധിക്കും. അതിമനോഹരമായൊരു സ്റ്റാച്ചുവാണ്. ഈ സ്റ്റാച്ചുവിനോട് ചേർന്നുള്ള മോർണിംഗ് സ്റ്റാർ ചർച്ചിലാണ് വ്യത്യസ്തമായ ഭാഷകളിലെ കുർബാനകൾ നടക്കുന്നുണ്ട്. രാവിലെ 9 മണിക്ക് എല്ലാ ദിവസവും മലയാളത്തിലുള്ള കുർബാനകൾ നമുക്ക് കാണാൻ സാധിക്കും.
ഈ കാണുന്ന അധികം പേരും മലയാളികളാണ്. രാവിലെയുള്ള വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ എത്തിയവരാണ്. വേളാങ്കണ്ണിയിലെ ഈ സുന്ദര കാഴ്ചകൾക്കൊപ്പം രാത്രി കാഴ്ചകളും അതിമനോഹരമാണ്. ആ കാഴ്ചകളും കാണാം നമുക്ക്. പകലിലെ ചൂട് കാരണമായിരിക്കാം രാത്രിയിൽ അസാമാന്യ തിരക്കാണ് വേളാങ്കണ്ണിയിൽ. ഈ കാണുന്ന വഴിയോര കച്ചവടങ്ങളിലൊക്കെ വലിയ തിരക്കുകളാണ്. വേളാങ്കണ്ണി പള്ളി തൊട്ട് ബീച്ച് വരെയുള്ള സ്ഥലങ്ങളിൽ വ്യത്യസ്തമായ കടകൾ കാണാൻ പറ്റും. ഭക്തസാധനങ്ങൾ വിൽക്കുന്ന കടകൾ, അതുപോലെ പലഹാരങ്ങൾ വിൽക്കുന്നവർ, ടോയ്സുകൾ, വീട്ടിലേക്കുള്ള ചില പാത്രങ്ങളൊക്കെ വിൽക്കുന്ന കടകൾ, പലതരത്തിലുള്ള ലൈറ്റുകൾ. ഈ കാഴ്ചയിൽ എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയത് കശുമാങ്ങപ്പഴമാണ്. നമ്മുടെ നാട്ടിലെ 1 കിലോ കശുവണ്ടിയുടെ വിലയാണ് 2 പഴത്തിന് 100 രൂപ. സ്ട്രീറ്റ് ഫുഡൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ഒരുപാട് ഇടങ്ങളുണ്ട്. അതുപോലെ നമുക്ക് ഇഷ്ടപ്പെട്ട മീനുകളൊക്കെ തിരഞ്ഞെടുക്കാനും അത് ലൈവായിട്ട് പൊരിച്ച് കഴിക്കാനുള്ള ഷോപ്പുകളും ഇവിടെയുണ്ട്. വേളാങ്കണ്ണി ചെന്നാൽ മലയാളികൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ കിട്ടുന്ന ഹോട്ടലുകളുണ്ടോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. എല്ലാ ഹോട്ടലിന് മുമ്പിലും മലയാളി കട, മലയാളി ഫുഡ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. എന്നാൽ മലയാളികൾക്ക് വേണ്ടി നമ്മുടെ വീട്ടിലെ ടേസ്റ്റിൽ ഭക്ഷണം കിട്ടുന്ന സ്ഥാപനം പരിചയപ്പെടുത്താം. അച്ചായൻസ്. നല്ല നാടൻ കറികളും പൊരിച്ച മീനും നല്ല നാടൻ ഊണൊക്കെ കിട്ടുന്ന അച്ചായൻസ്. മെറ്റീരിയൽ എല്ലാം കേരളത്തിൽ നിന്ന് കൊണ്ടുവന്ന അതെല്ലാ സാധനം മറ്റുള്ള മസാലപ്പൊടികളും എല്ലാ സാധനങ്ങളും കേരളത്തിൽ നിന്നാണ് കൊണ്ടുവരുന്നത്. അതുപോലെ തന്നെ മലയാളി കുക്കുള്ള ആകെ ഒരു ഹോട്ടൽ വേളാങ്കണ്ണിയിൽ മാത്രം. അരിയും കാര്യങ്ങളൊക്കെ എല്ലാ സാധനങ്ങളും നമ്മൾ ആഴ്ചയിലൊരു ബസ്സിന് ഇറക്കും. ഈ ഹോട്ടലിലേക്ക് ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളും നമ്മുടെ കേരളത്തിൽ നിന്നാണ് കൊണ്ടുപോകുന്നത്. നല്ല പുട്ടും കടലയും അപ്പവും ദോശയും അതുപോലെ പൊറോട്ടയും മീൻകറിയും അങ്ങനെ എല്ലാം കിട്ടും കേരള സ്റ്റൈലിൽ, കേരള രുചിയിൽ. ഈ കാണുന്നതാണ് ശ്രീ ജ്ഞാനവേദ റെസിഡൻസി. നിങ്ങൾക്ക് നല്ല സ്റ്റാർ ലെവൽ റൂംസ് ആണ് ആവശ്യമെങ്കിൽ ഇവിടെ എടുക്കാം. അതുപോലെ ബീച്ചും കടലൊക്കെ ആസ്വദിക്കാൻ പറ്റിയ അടിപൊളി റൂംസ് ഉണ്ട്. ഇവരുടെ ഡീറ്റെയിൽസും ഈ വീഡിയോയിൽ ചേർക്കുന്നുണ്ട്. ഇത് SUV സൂട്ട് റൂമാണ്. ഇതിൽ നിങ്ങൾക്ക് 4 പേർ സ്റ്റേ ചെയ്യാൻ പറ്റും. ഇത് 6608 വരും. ഈ റൂമിന്റെ സ്പെഷ്യാലിറ്റി ഇത് നിങ്ങൾക്ക് സീ ഫേസിംഗ് ആയിട്ട് വരും. പിന്നെ നിങ്ങൾക്ക് ബാത്ത് ടബ് ഒക്കെ എല്ലാം വരും. ഇത് റൂം റെന്റ് 6608 പ്ലസ് ഇൻക്ലൂഡിംഗ് ടാക്സ്. ബ്രേക്ക്ഫാസ്റ്റ് ബഫേ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. ഇത് സൗത്ത് ഇന്ത്യൻ ബ്രേക്ക്ഫാസ്റ്റ് ആണ്. വെജ് നോൺ വെജ്? വെജ് ബോത്ത് ഉണ്ട്. വെജ് നോൺ വെജ് രണ്ടും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് മാത്രം വെജ് ഉണ്ടാകും. ലഞ്ച് വേണമെങ്കിൽ ലഞ്ചും ഉണ്ട്. പിന്നെ ഡിന്നർ വേണമെങ്കിൽ ഡിന്നറും നിങ്ങൾക്ക് രണ്ടും ഉണ്ടാകും. അത് സെപ്പറേറ്റ് ആയിട്ട് ചാർജബിൾ ആയിട്ട് വരും. ഇതിൽ നിങ്ങൾക്ക് സീ ഫേസിംഗ് വരും. നല്ല റൂമാണ്. 6608 വരും. ഫെസ്റ്റിവൽ ടൈം നിങ്ങൾക്ക് ടാരിഫ് ചേർത്ത് 1000 rupees ഇൻക്രീസ് ആവും. വേളാങ്കണ്ണിയിൽ നിന്ന് തിരിച്ചുള്ള ഞങ്ങളുടെ യാത്ര ട്രെയിൻ തന്നെയാണ്. വൈകുന്നേരം 5:05 നാഗപട്ടണം നിന്ന് പാലക്കാടേക്ക് ട്രെയിൻ. വേളാങ്കണ്ണിയിലെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. സ്നേഹത്തോടെ ജോബിഷ് കല്ലൂർ.